നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. പുണർദ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ഉള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. പുതിയൊരു വർഷം തുടങ്ങി, പുതിയ ആദ്യത്തെ മാസം തന്നെയാണ്. അപ്പോൾ ഈ മാസത്തിൽ പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽപ്പെട്ടവർക്കാണ് 12-ൽ വ്യാഴം നിൽക്കുന്നതും വ്യാഴപ്പിഴവിൻ്റെ ഒരു അവസ്ഥയുള്ളത്. എന്നാൽ അവസാനത്തെ 15 നാഴികയിൽ നിൽക്കുന്നവർക്ക് സർവാഭിഷ്ട സ്ഥാനത്താണ് ഈ പുണർദ നക്ഷത്രക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ദൈവാധീനമുണ്ട്. ഇപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12-ാം വ്യാഴമാണെന്ന് മാത്രമല്ല, ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാനുള്ള യോഗമാണുള്ളത്. എങ്കിലും നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. സ്വയം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലാവസ്ഥ ഇല്ലെങ്കിൽ പോലും ഭാഗ്യം കൊണ്ട് നല്ല നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇവർക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ കർമാധിപതി 12-ലാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാനാണ് യോഗമുള്ളത്. വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ കലഹങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ, അത് ഭൂമി സംബന്ധമായിട്ടും സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇതേപോലെ ടെൻഷൻ ഉണ്ടാകാനുള്ളൊരു യോഗമാണുള്ളത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. സ്വയം മുന്നിട്ടിറങ്ങി എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിലും വിജയിക്കാൻ യോഗമുണ്ട്. പക്ഷേ ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലെ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യും. അതേപോലെ സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം. 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയ്ക്ക് നീചാവസ്ഥ കൂടിയുള്ളത് കാരണം കൊണ്ട് ദോഷാധിക്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ വരുന്ന 2021 ജനുവരി 21 കഴിഞ്ഞാൽ ജന്മത്തിലേക്ക് അത് വക്രത്തിലേക്ക് വരുന്നതാണ്, ബലവാനാകും. പക്ഷേ അതുവരെയുള്ള സമയത്ത് ഈ നീചാവസ്ഥയുള്ളത് കാരണം കൊണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും സംസാരിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ വളരെ കൃത്യതയോടുകൂടി ആകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ വലിയൊരു ദോഷമില്ലാതെ സാമ്പത്തിക വിഷയത്തിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതുപോലെ വീട് വിട്ട് അന്യദേശത്തു നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ കുറയാനും ഏകാഗ്രത കിട്ടാതെ ഇരിക്കാനും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും തൊഴിലിൽ അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കർമ്മസ്ഥാനത്ത് രാഹുവാണ്. അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന തൊഴിലിൽ ചിലപ്പോൾ ഭാഗ്യവർദ്ധനവുണ്ടാകുമെങ്കിലും ചില സമയത്ത് നഷ്ടങ്ങളും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കും. തൊഴിലില്ലാത്ത അവസ്ഥ പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പം 12-ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമായത് കാരണം കൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായി നടക്കുകയും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.